സോ വാട്സ്ആപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ എഗെയിൻ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിസൺ എസ്കേപ്പിൻ്റെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോ എന്തായിരുന്നു പോയി കണ്ടോക്കുക. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ ചുരുക്കുന്നു പറഞ്ഞുതരാം. ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രിസണിൽ ഇങ്ങനെ എന്തോ പണി ഒപ്പിച്ചിട്ട് നമ്മൾ ഈ പ്രിസണിനെ ഒന്ന് പെട്ടിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി വേറെ ഏതോ MB JB അങ്ങനെ ഏതോ ഒരു ചങ്ങായി നമ്മൾ രക്ഷപ്പെടുത്താൻ അവിടെ നോക്ക്. ആ ചെങ്ങായിയുടെ സഹായത്തോടെ എങ്ങനെയും ഈ ജയിലിൽ നമ്മൾ രക്ഷപ്പെടണം, അതാണ് കളി. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജയിലിൽ കൂടി നമ്മളെങ്ങനെ രക്ഷപ്പെടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ഒരു കാർപ്പറ്റിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. കാരണം നമ്മൾ കുഴിച്ചൊരു വിധം കുറച്ചൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ബാക്കി പരിപാടി തുടങ്ങാം. ഇതെന്താണ്, ഫ്ലയറാണ്. ഓക്കെ, ഫ്ലയർ ഗൺ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ കുഴിക്കൽ തുടങ്ങാം. പെട്ടെന്ന് കുഴിച്ച് തീർക്കണം, കാരണം ഈ ചെങ്ങായി ഇപ്പോൾ വരും കുറച്ച് കഴിഞ്ഞാൽ. ഈ ഗാർഡ് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, 2 മിനിറ്റ് കൂടുമ്പോൾ അയാൾക്ക് ഇവിടെ വന്ന് നോക്കിയിട്ട് പോകണം. ഓക്കെ, 30 സെക്കൻഡ് ആയി. നമുക്ക് കാര്യം ചെയ്യാം, കിട്ടിയതൊക്കെ കളക്ട് ചെയ്യാം, എന്നിട്ട് മെല്ലനെ മേലേക്ക് പോവാം. ഓക്കെ, ഇപ്പോൾ ആ പണി നമ്മൾ കറക്റ്റ് നമ്മൾ ചെയ്തിട്ടാണ്. കറക്റ്റ് 0 സെക്കൻഡ് ആയപ്പോൾ തന്നെ ചെയ്ത് ഭാഗ്യമില്ല. ഇപ്പോൾ പണി കിട്ടിയത് നമുക്ക്. ഐ ഹേർഡ് സം നോയ്സ് ഹിയർ. കുറച്ച് സാധനങ്ങൾ വിൽക്കാണ്ട്, ഇതൊക്കെ നമുക്ക് ആ ചെങ്ങായിക്കണ്ട് വിൽക്കാം. അപ്പോൾ ഇതെന്തായാലും 3ാമത്തെ ദിവസമാണ്. ഓക്കെ, 3ാമത്തെ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലെറ്ററൊക്കെ നോക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കൂടി നമ്മൾ 3ാമത്തെ ദിവസം വരെ കളിച്ച്. 3ാമത്തെ ദിവസത്തെ നമ്മൾ രാവിലെ എണീറ്റിട്ടാണ് നമ്മൾ ഔട്ട്ഡോർ പറഞ്ഞത്. അതായിട്ട് പിന്നെ കളിച്ചിട്ട് തന്നെ ഇല്ല. അതേ 3ാമത്തെ ദിവസം തന്നെയാണ് ഇത്. നമുക്കതിൽ പെട്ടെന്ന് കുഴിച്ചിട്ടേ നമ്മളിപ്പോൾ എത്ര മീറ്ററായി എന്ന് നോക്കട്ടെ. ഇത് മീറ്ററൊക്കെ നോക്കാൻ പറ്റും, മീറ്ററിൻ്റെ ഒക്കെ കണക്കുണ്ട്. കാരണം നമ്മളിപ്പോൾ ഓൾറെഡി 3.1 മീറ്റർ ആയിട്ടുണ്ട്. നമുക്ക് കുഴിക്കാം. ഇപ്പോൾ ഇതെന്താ ഒരു ഡേ 4 ആണ്. ഓക്കെ, സെറ്റ്. ഇതെന്താ ലെറ്റർ എന്നും നമുക്ക് ഓരോരോ ലെറ്റർ കിട്ടുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോ ശ്രദ്ധിച്ചാണ്, നോക്കി നോക്കാം. വെയർ ഹൗസിൻ്റെ ഉള്ളിലുള്ള ഒരു പെണ്ണിൻ്റെ പേരെ തോന്നുന്നു ഡോറോത്തിന്ന്. അപ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെ വാങ്ങാണ്ടെന്ന് കഴിഞ്ഞ എപ്പിസോഡിൽ നമുക്ക് മനസ്സിലായി. ഈ വെയർ ഹൗസിൽ എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടേണ്ടതാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. എന്തായാലും ഇനി എന്തൊക്കെ പരിപാടിയൊന്നും നിൽക്കാറില്ല, നമുക്ക് വഴിയെ കാണാം. കുഴിച്ച് പൊണിച്ച് ഏതുവരെ കുഴിക്കണമെന്ന് നമുക്ക് ഇതുവരെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ. അതൊക്കെ ചിലപ്പോൾ വലിയ ലെറ്ററിൽ മറ്റേ ചങ്ങായി പറയുമെന്നൊക്കെ അറിയില്ല. ചിലപ്പോൾ അങ്ങനെ വല്ലതും പറയുന്നുണ്ടാവുക. സോബാർ വീണ്ടും കിട്ടിയല്ലോ. ഒരു കാര്യം നമുക്ക് വീണ്ടും കുഴിക്കാം. കുഴിച്ച് 3.5 മീറ്റർ, അതായത് 3.5 മീറ്റർ നമ്മൾ കുഴിച്ച് വന്നിട്ടുണ്ട്. ഒരു മിനിറ്റ്, സമയം വേഗം ടൂൾ ഹൈഡ് ചെയ്യുക. ഇതാക്ക്. ഓക്കെ, നമ്മൾ റോൾ ചെയ്ത് റിമൂവ് ചെയ്ത് നമ്മൾ ഒറ്റയടിക്ക്. അവിടെ $5 എടുത്ത് ഒറ്റയടിക്ക് റിമൂവ് ചെയ്യട്ടെ. ഞാൻ എന്തായാലും അങ്ങനെ ഒറ്റയടിക്ക് റിമൂവ് ചെയ്ത്. അതാകുമ്പോൾ പണി എളുപ്പമാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ വെറും $10 ഉള്ളൂ. നമുക്ക് പൈസ ഉണ്ടാക്കണം. ഇവിടെ എല്ലാവരും ഒരേ എക്സസൈസ് അല്ലേ ചെയ്യണം ഇന്നലത്തെ മാതിരി. ഇവർ ഞാൻ പറയണ കേട്ടോ, എന്നാലും രാത്രി ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടി രാവിലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗാർഡ് ഇപ്പോൾ വരും കേട്ടോ. 8 സെക്കൻഡ് കൂടി ഉള്ളൂ. 12 മണിയായ പിന്നെ ലഞ്ച് ബ്രേക്ക്. ട്രേഡ് ഫോർ സംതിങ് ടു ഇൻക്രീസ് യുവർ മാക്സിമം എനർജി. നമ്മുടെ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട് എന്തോ സാധനം വാങ്ങാനാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നത്. ആൾക്കാരല്ല ഈ ചങ്ങായി നോക്കി എന്താണ് ഈ ഒബ്ജക്റ്റീവിൽ പറയുന്നത് കേട്ടോ. ഞാനൊരു മണ്ടൻ തന്നെ, ഫുൾ പൊട്ടത്തരം തന്നെ വരുന്നുള്ളൂ. എന്ത് ചെയ്യാനാ. കാരണം നമുക്ക് കുഴിക്കൽ കർമ്മം വീണ്ടും തുടങ്ങാം. കുഴിച്ചോ. ദ പൈൽ ഓഫ് ഡേർട്ട് ഈസ് ടു ബിഗ് എന്നാ. ഇതെന്താണ്, ഒരു ശവപ്പെട്ടിയോ? അവിടെ എന്തോ സാധനം നമ്മൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ തന്നെ എന്തോ സെറ്റപ്പ് നമ്മൾ എന്തോ കണ്ടുപിടിച്ചിട്ട് ഇത് എന്തോ സംഭവം എന്ന് നമുക്ക് നോക്കി നോക്കി. കുഴിക്ക് എന്തോ കാര്യമായിട്ട് നമ്മൾ സംഭവം എന്തോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ വല്ല നിധി വല്ലതും ഉണ്ടാണാവോ? വല്ല പൈസൻ്റെ മറ്റേ ഡൊറോത്തിൻ്റെ കയ്യിൽ നിന്നൊക്കെ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങലൊക്കെയാണ് ഗെയിമിൽ പറയണത്. നോക്കിയപ്പോൾ വല്ല പൈസ വല്ലതും കിട്ടിയാൽ മതിയായിരുന്നു. ഇതൊക്കെ കാരണം ഇവിടെ കുഴിച്ചിട്ട് എനിക്ക് തോന്നണേ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു ചെങ്ങായി ചത്തുന്നാ, ആരോ മർഡർ ചെയ്ത് കൊന്നിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തോ സംഭവം തോന്നുന്നു. അയാളവിടെ കുഴിച്ചിട്ടോ. നമ്മുടെ എനർജി കഴിഞ്ഞ് നമുക്ക് ഇത് തുറക്കാൻ പറ്റുമോ നോക്കി നോക്കാം. എക്സാമിൻ യു നീഡ് ടു അണ്ടർനീത്ത് ദ ലിഡ് ഫസ്റ്റ് എന്നാ. സീനാണ്. നമുക്ക് കാര്യം ചെയ്യാം. നമ്മുടെ ഗാർഡ് വരാറായി, നമുക്കത് നോക്കാം. നമുക്ക് തൽക്കാലത്തിന് നമുക്ക് ഇതൊക്കെ എടുത്ത് വെക്കാം. ഇതൊക്കെ നമുക്ക് കൊണ്ടുപോയി കളയാം. ഇതടക്ക്. ഓക്കെ, അപ്പോൾ നമ്മളെന്തോ ശവപ്പെട്ടി കണ്ടുപിടിച്ച്.
ആ ഷേപ്പെട്ടിയുടെ അകത്ത് എന്താ ഉള്ളതെന്നാണ് എനിക്ക് അറിയേണ്ടത്. പക്ഷേ ഇപ്പോൾ സമയമില്ലാത്ത കാരണം നമുക്കിപ്പോൾ നോക്കാൻ പറ്റില്ല. ഈ ചെങ്ങായി വന്നിട്ട് ഈ ചെങ്ങായി ഒന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് നോക്കാം. ഒന്നുമില്ല. ആ ടോയ്ലറ്റ് പേപ്പറിന് ചോദിക്കണം. നമുക്ക് ടോയ്ലറ്റ് പേപ്പർ തരാണെങ്കിൽ അത്രയും നല്ലത്. താങ്ക്സ്. 6 തന്നു. ഓക്കെ, ഇനി വേഗം വിട്ടോ പൊട്ടങ്ങണ്ട്. ഓക്കെ, നമുക്ക് മെല്ലനെ പോയിട്ടേ എനർജിക്ക് എന്തോ ട്രേഡ് ചെയ്യാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇവൻ്റെക്ക് ഡംബൽ വാങ്ങാം. വാങ്ങി 50 കൊടുത്തിട്ടുണ്ട്. അതിൽ കാര്യമുണ്ടോ എന്നൊക്കെ അറിയില്ല. ഓക്കെ, ഇനി വേണ്ട 20 സെക്കൻഡിനുള്ളിൽ മറ്റേ ചെങ്ങായി വരും. കാരണം നമുക്ക് എനർജി വാങ്ങാം. എനർജി 100% എനർജി. നമ്മുടെ എനർജി ഡ്രിങ്ക് ഉണ്ട്, പക്ഷെ നമുക്ക് രാത്രിയൊക്കെ നമ്മൾ ഓവർ നൈറ്റ് നിന്ന് കുടിക്കൂലേ. അപ്പം നമുക്ക് നോക്കാം. ആർദി കൊടുത്തിട്ട് 3.5 meters ഡൗണിന് ഇൻ്റെ ഉള്ളിയോ നമുക്ക് തോന്നണതേ. ഓൾറെഡി നമ്മൾ 3.5 meters കുഴിച്ചപ്പോഴാണ് 3.5 നമ്മൾ കുഴിച്ചത് 4 meter ആട്ടോ കുഴിച്ച്. കറക്റ്റ് അറിയില്ല. ചെങ്ങായി പോയി അവിടെ 1 മിനിറ്റിനുള്ളിൽ ലഞ്ച് ബ്രേക്ക് തോന്നുന്നു. നമുക്ക് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി കുഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും ലഞ്ച് ബ്രേക്കൊക്കെ കഴിയട്ടെ. മറ്റേ ചെങ്ങായ വരുന്നു വീണ്ടും. ചവറ് വേഗം വിട്ടോ പോ. ഒരു കാര്യം നമുക്ക് കുഴിച്ചിട്ട് ആ സാധനം പെട്ടെന്ന് എടുക്കുക. ഈ ഒരു ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്തായാലും എടുക്കണത്. കുഴിച്ചോ ചുറ്റും കുഴിച്ചോ. ഐ ഹാവ് ടു അണ്ടർനീത്ത് ദ ലിഡ് ഫസ്റ്റ് എന്നാ അങ്ങനെ തന്നെയല്ലോ പറയണം. അണ്ടർനീത്ത് ദ ലിഡ് ഫസ്റ്റ് ഇതങ്ങനെ തുറക്കപ്പോൾ. ഓക്കെ, ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പൊട്ടിച്ച് ഇവിടെ എന്തോ കീ കിട്ടിയല്ലോ. നോട്ടെ ഇതെന്താ? അവിടെ വെയർ ഹൗസിൻ്റെ കീ കിട്ടി നമുക്ക്. ലെറ്റ്സ് ഗോ. മറ്റേ വെയർ ഹൗസിൻ്റെ കീ നമുക്ക് ശവപ്പെട്ടിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ആരെ ശവപ്പെട്ടിയാണാവല്ലേ? നമുക്ക് തോട് മറ്റേ ചത്ത ആളില്ലേ, വെയർ ഹൗസിൻ്റെ ഏതോ ഓണർ, മുന്നത്തെ ഓണറാണ് ചത്തെന്ന് പറഞ്ഞില്ല. നമുക്കൊരു കത്തിന്ന് കിട്ടിയില്ലേ, അയാളെ ശവപ്പെട്ടിയാ തോന്നുന്നു. അയാളെ കീയും പിടിച്ച് ചത്തഞ്ഞി. അതെന്താണാവും. നമുക്കൊരു കാര്യം പെട്ടെന്ന് മേലെ കയറിയിട്ട് നമുക്ക് മറ്റേ ഐറ്റം തുറക്കാനുള്ളതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇപ്പോഴും അടുത്തും തുറക്കാനും പറ്റില്ല. അതാണ് വേറൊരു സീൻ. അവിടെ ഇത് ക്ലോഗ് ചെയ്താ ഇതടിച്ച് റെഡിയാക്കാം. വേ നോക്ക്. വീണ്ടും നമ്മൾ ടൈം മാനേജ്മെൻറ്റ് നമ്മൾ തീരെ പോരട്ടോ ഉള്ള കാര്യമാണ് പറയണത്. ടൈം നമ്മൾ തീരെ നേരം പോലെ മാനേജ് ചെയ്യണില്ല. കുറച്ചുകൂടി നേരത്തെ നമ്മൾ സെറ്റ് ആക്കണം തോന്നുന്നുണ്ട്. ഗാഡെത്തി. കാര്യം നമ്മളെ കയ്യിലുള്ള ഫുള്ള് സാധനങ്ങൾ നമുക്ക് വിൽക്കാം. ഫുള്ള് വിൽക്കും നമ്മൾ. അപ്പോൾ എത്ര എണ്ണം തരും? 94 തരാമെന്ന് പറഞ്ഞ്. നമുക്കൊരു 98. അതാകുമ്പോൾ പൈസ പോവില്ല. സെറ്റ് നമ്മൾ കൊടുത്ത്. താങ്ക് യു. വേഗം പോയിക്കോ. ഐ സീ യു ഇൻ ദ സെൽ അഗെയിൻ ഇൻ 30 seconds. വേഗം വിട്ടോ. അപ്പോൾ ആ ചെങ്ങായി പോയിട്ടുണ്ട്. നമുക്കെന്തല്ലേ ഇതെന്താ? നമുക്ക് ഈ പുതിയ ഡിഗ്ഗിങ്ങിൻ്റെ സാധനം വാങ്ങാം. അത് നമ്മൾ വാങ്ങിയിട്ട് പൈസ കൊടുത്തിട്ട്, പൈസ അല്ല നമ്മുടെ ടിഷ്യൂ പേപ്പർ കൊടുത്തിട്ട്. ടിഷ്യൂ പേപ്പറാണ് ഈ ഒരു ഗെയിമിൽ പൈസ. അതാണ് വേറെ കാര്യം. ഒരു കാര്യം നമുക്കിത് ഹൈഡ് ചെയ്യാം. ഞാൻ ആ കാര്യം മറന്നുപോയി. പെട്ടെന്ന് ഓർമ്മ വന്ന ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെ കളിച്ച് വെറുതെ ആയിരുന്നു. ഓപ്പൺ ദ വെയർ ഹൗസ്. ഇപ്പോൾ നമ്മളോട് വെയർ ഹൗസ് ഓപ്പൺ ചെയ്യാനാണ് പറയുന്നത്. നമുക്ക് അടുത്ത ഈ ലഞ്ച് ബ്രേക്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ സൂപ്പ് കുടിച്ച് തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നാണ് നമ്മുടെ വെയർ ഹൗസ് തുറക്കാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം കുറച്ച് നേരം ഒന്ന് കുഴിച്ചിട്ട് നമുക്ക് എന്തായാലും കുറച്ചാക്കാം. ഞാൻ എന്തായാലും പുതിയൊരു ടൂളുണ്ട്. നമ്മൾ ഒന്നും നോക്കില്ല, മേടിച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ ടൂളായിട്ട് തന്നെ നമുക്ക് കുഴിക്കാം. കുഴിച്ചൊക്കെ എത്രത്തോളം പവർ ഉണ്ട് നോക്കാം. പവർ എത്ര നമുക്ക് മേലെ നോക്കാം, നല്ല കറക്റ്റ് മനസ്സിലാവുള്ളൂ. വലിയ മാറ്റമൊന്നും ഇല്ല. എന്താണിത്? ഓക്കെ, നമ്മൾ ഫസ്റ്റത്തെ സ്പൂണിനേക്കാളും എന്തായാലും നല്ല പവർ കൂടിയിട്ടുണ്ട്. ഇതിന് മുന്നത്തെ വെച്ച് നോക്കുമ്പോൾ എന്തോ 5% അങ്ങനെ എന്തോണ് പവർ കൂടിയിട്ടുള്ളത്. കുറച്ച് നമ്മുടെ കുഴിയൊക്കെ ഒന്ന് ഷെയ്പ്പ് ചെയ്യാം. ഓക്കെ, നമുക്കതിൽ പെട്ടെന്ന് ഇവിടുത്തെ സൂപ്പ് കൊണ്ട് കുടിക്കാം. സൂപ്പ് കുടിച്ച് മെല്ലനെ പോയി വെയർ ഹൗസ് തുറക്കാം. ഓക്കെ, നമ്മൾ ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിച്ചാൽ നമുക്ക് ഇവിടെ നോക്കി നോക്കാം. ഇതാണ് ഇവർ പറഞ്ഞ ഡോറോത്തിന്ന് തോന്നുന്നത്. $250, $500. ഇതൊക്കെ എത്ര ആടെ നമുക്കിതിലേ ഫുഡ് സ്റ്റോർ ചെയ്യാം. $150. അമ്മോ, $500 ഉണ്ട് ഈ സാധനത്തിന്. ഓരോന്നിനും ഓരോ വില കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊന്നും വാങ്ങാനുള്ള പൈസ ഇപ്പം നമ്മുടെ കയ്യിലില്ല. അതാണ് വേറൊരു സംഭവം.
ഒരു കാര്യം വെച്ചാൽ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഇരിക്കണമായിരിക്കും നല്ലത്. നെഗോഷിയേറ്റ് ആൻഡ് സെൽ എക്സ്പാൻഷൻ വിത്ത് മിസ്റ്റർ ഡൊറോത്തി. നമുക്കവിടെ സെല്ലൊക്കെ വലുതാക്കട്ടെ, അതാണ് സംഭവം. അതൊക്കെ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ചെയ്യാം. ഈ വീഡിയോ നമ്മൾ ഇവിടെ ചോദിൻ്റെ പോയി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ ഫിസാൻ സൈനിങ് ഔട്ട് ഗൈസ്. എല്ലാവർക്കും ബൈ.